ഹായ്, എല്ലാവർക്കും സുനീസ് ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് മിക്കവരും തന്നെ കുടിച്ചിട്ടുണ്ടാവും. ഇത് ശരിക്കും ഒരു വെൽക്കം ഡ്രിങ്ക് ആണ്. നമ്മൾ സാധാരണ കല്യാണ വീട്ടിൽ നിന്നൊക്കെയാണ് ഇത് കുടിക്കാറ്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. നല്ല തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ ഇത് ഈ നോമ്പ് തുറക്കുന്ന സമയത്തും കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്ക് കൂടിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ അടികട്ടിയുള്ള ഒരു പാത്രം വെച്ച് ചൂടാക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നൊരു 1/4 കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പാലൊന്ന് ചൂടായി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് കസ്റ്റേർഡ് പൗഡറാണ്. അപ്പോൾ ഏത് കസ്റ്റേർഡ് പൗഡർ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ടോപ്സിൻ്റെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നമ്മൾ 1/2 ലിറ്റർ പാലിനാണ് ചെയ്യുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ആ മാറ്റി വെച്ചിട്ടുള്ള 1/4 കപ്പ് പാല് ചേർത്തിട്ട് ഒന്ന് കട്ടിയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നമുക്ക് കസ്റ്റേർഡ് പൗഡർ ഡയറക്റ്റ് പാലിലേക്ക് ചേർക്കാൻ പറ്റില്ല. ഇതുപോലെ ആദ്യമേ ഒന്ന് കട്ടിയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാല് ചെറുതായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മധുരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം, നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ചതിന് ശേഷമാണ് നമ്മൾ കസ്റ്റേർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കസ്റ്റർഡ് ചേർത്ത് അപ്പം തന്നെ പാല് നന്നായി കുറുകി വരാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ കസ്റ്റർഡൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ 5 മിനിറ്റോളം നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി അങ്ങ് കട്ടിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ ഫ്രൂട്ട് സലാഡിനൊക്കെ ചെയ്യുന്ന പോലെ അത്രയൊന്നും കുറുക്കി എടുക്കേണ്ട. ഇതൊരു ഡ്രിങ്ക് ആയിട്ടല്ലേ നമ്മൾ ചെയ്യണേ. അപ്പോൾ കുറച്ചൊന്ന് ആ കസ്റ്റർഡ് ഒന്ന് വെന്ത് ഒന്ന് കുറുകി വന്നാൽ മാത്രം മതി. ഇപ്പം അത്യാവശ്യം കുറുകി തുടങ്ങിയിട്ടുണ്ട്. അത് ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ കട്ടിയാവും. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു സമയമായപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണുള്ളത്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ കസ്റ്റർഡൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, കുറച്ചുകൂടെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണുള്ളത്. ഇനി ഇത് നമുക്ക് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കണം. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് നമുക്കൊരു 2-3 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കണം. അടിച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിലേക്ക് ഒരു 5-6 ഐസ് ക്യൂബ്സ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നല്ല തണുത്ത് കിട്ടും നമ്മുടെ ഈ ഡ്രിങ്ക്. പിന്നെ കുറച്ചുകൂടെ ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐസ് ക്യൂബ്സ് ചേർക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ പതഞ്ഞ് വരും നമ്മൾ അടിച്ച് കഴിയുമ്പോൾ. ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നേരത്തെ ആ ഒരു കട്ടിയൊക്കെ മാറി നല്ല ലൂസായിട്ടുണ്ട്. നമുക്ക് കുടിക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഒത്തിരി കട്ടിയുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ആപ്പിൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ആപ്പിൾ ഇതുപോലെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ആപ്പിൾ മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്, നട്ട്സോ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് സബ്ജ സീഡ്സ് അല്ലെങ്കിൽ ബേസിൽ സീഡ്സ് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു ബൗൾ എടുക്കുക. നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കസ്റ്റർഡിൻ്റെ മിക്സി ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല തണുപ്പുണ്ട്. നമ്മൾ ഐസ് ക്യൂബ്സ് ചേർത്തതുകൊണ്ടും അതുപോലെ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടും നല്ല തണുത്തിട്ടാണുള്ളത്. ഇതിലേക്ക് നമുക്ക് സബ്ജ സീഡ്സും അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിളും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാതള നാരങ്ങ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ കല്യാണ വീട്ടിൽ നിന്ന് കുടിക്കുമ്പോൾ അങ്ങനെ അധികമൊന്നും സാധനങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇത് വലിച്ച് കുടിക്കുന്ന ആ ഒരു പരുവത്തിലാണുള്ളത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആപ്പിൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ തന്നെ സെർവ് ചെയ്യാണ്. നല്ല തണുപ്പുണ്ട്.
അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് സിറപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വേറെ കളറിൽ വേണമെങ്കിൽ ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇത് ശരിക്കും നമ്മൾ ഐസ്ക്രീം എന്താ പറയുക വെള്ളമാക്കി കുടിക്കുന്ന അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം നല്ലൊരു റെസിപ്പിയായിട്ട്. താങ്ക് യു.